കലാം സാറ് വളരെ വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു എന്നിലേക്ക് കുത്തി നിറച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ വെറും ആ ഒരു പ്രാർത്ഥന മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതവും. അതായത് അതിനുശേഷമാണ് അദ്ദേഹം തനിക്ക് ഓഫർ ചെയ്ത ആ വലിയൊരു ചെയർ അദ്ദേഹം നിരാകരിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ചെയർ, ഞങ്ങളൊക്കെ ഇരിക്കുന്ന മാതിരത്തെ ഒരു ചെയറിൽ കയറി അദ്ദേഹം ഇരിക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരെയോ ഞങ്ങൾ ഓരോ കാൻഡിഡേറ്റ്സിനെയും മീറ്റ് ചെയ്തിട്ട് ഞങ്ങളെ വിഷ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തലയിൽ കൈവച്ച് അദ്ദേഹം ബ്ലെസ് ചെയ്യുകയും ചെയ്തു. അതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വചനങ്ങളും ക്രൈസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കണം എന്നില്ല. ക്രൈസ്റ്റ് വാല്യൂസ്, ദോസ് ഹു ആർ ഫോളോവിങ് ദ പ്രിസെപ്റ്റ്സ് ഓഫ് ദ ക്രൈസ്റ്റ്, ദേ ആർ ദ റിയൽ ക്രിസ്ത്യൻസ്, ഐ ക്യാൻ സേ. അപ്പോൾ നമ്മൾ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് തള്ളി പറയുമ്പോൾ ക്രൈസ്റ്റ് ഓറിയൻറ്റഡ് ആണോ, അല്ലെ അവരുടെ ജീവിതം എന്താണോ നമുക്ക് കാഴ്ചവെക്കുന്നത്, പരസ്പരം സ്നേഹിക്കാനും തന്നെ പൂർണ്ണമായിട്ടും പകുത്തു കൊടുക്കുവാനായിട്ട് കർത്താവ് കാണിച്ച ആ വലിയൊരു മാതൃക പിന്തുടരുന്നുണ്ട് എങ്കിൽ അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ.